അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. മത്സരങ്ങളിൽ കൂർമ്മമായിരിക്കും. അതിനാൽ നിങ്ങൾ മുന്നോട്ടു പോകാൻ നിങ്ങളുടെ അറിവും വിജ്ഞാനപരതയും വ്യാപാരത്തിലെ കഴിവും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനും ഔദ്യോഗിക ജീവിതത്തിനുമായി ഉപയോഗിക്കുക. ഏരിസ് റൊമാൻസ്. അനുരാഗ ജീവിതത്തിൽ ഇന്ന് ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ പങ്കാളിക്ക് പട്ടണത്തിന് പുറത്ത് ഒരു ചെറിയ സന്ദർശനത്തിനായി പോകേണ്ടി വന്നേക്കാം. വിഷമിക്കേണ്ട. നിങ്ങളുടെ ഈ താൽക്കാലിക അകൽച്ച നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. സത്യത്തിൽ അത് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെയായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ പരസ്പരം എത്ര കണ്ട് സ്നേഹിക്കുന്നുവെന്ന് ഇരുവർക്കും മനസ്സിലാകും. കൂടാതെ നിങ്ങളുടെ പങ്കാളി അടുത്തില്ലാത്തപ്പോൾ എല്ലാം വളരെ വ്യത്യസ്തമാണെന്നും നിങ്ങൾ അറിയും. പിന്നെ നിങ്ങൾ വീണ്ടും കൂടിച്ചേരുമ്പോൾ ഒരു പുതിയ ഉന്മേഷവും അനുരാഗത്തിനും മറ്റൊരു പുതുമയും ലഭിക്കും. ഏരിസ് കരിയർ. നിങ്ങളുടെ നിലവിലെ തൊഴിലിൽ നിങ്ങൾക്ക് ചില അതൃപ്തി അനുഭവപ്പെടുകയാണെങ്കിൽ ജോലിയിൽ ചില ശുഭസൂചകമായ മാറ്റങ്ങൾ ഉള്ളതിനാൽ ഭയപ്പെടരുത്. ഒരു പുതിയ പദവി അന്വേഷിച്ച് പൂർവ്വസ്ഥാനത്ത് നിന്ന് കമ്പോള സ്ഥലത്തിലേക്ക് തിടുക്കത്തിൽ കടന്നു വരാതിരിക്കുക. ചെറിയ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്കായി അവസരങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. ഏരിസ് ഫൈനാൻസ്. വിദേശികളും വിദേശവും ഇന്ന് നിങ്ങൾക്ക് നല്ല കച്ചവട അവസരങ്ങൾ നൽകും. നിങ്ങൾ പ്രവർത്തിക്കുന്നത് വിദേശികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശത്തുള്ള മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടോ ആണെങ്കിൽ ഇന്നത്തെ ദിനം വളരെ തിളക്കമുള്ളതാണെന്ന് കാണുന്നു. ഇന്നത്തെ ഈ ലാഭദായകമായ ദിനത്തിൽ നിന്നും ഗുണം കൊയ്യുവാനായി കുറച്ചധിക സമയം ജോലി ചെയ്യുക. അതിൽ നിന്നും ലഭിക്കുന്ന ഫലങ്ങൾ ആവോളം കൊയ്യുക. നിങ്ങളുടെ ഇന്നത്തെ കഠിനാധ്വാനം തീർച്ചയായും നിങ്ങളുടെ ബാങ്ക് നിക്ഷേപത്തിൽ പ്രതിഫലിക്കും. ഏരിസ് ഹെൽത്ത്. അടുത്തയിടെയായി നിങ്ങൾ പുറം അല്ലെങ്കിൽ നിതംബ ഭാഗങ്ങളിലെ വേദനയുമായി ക്ലേശപ്പെടുകയായിരുന്നുവെങ്കിൽ അതിൽ നിന്നും ഇന്ന് കുറച്ച് ആശ്വാസം ലഭിക്കും. അടുത്തയിടെ നിങ്ങളെടുത്ത വിശ്രമം നിങ്ങളുടെ മാംസപേശികൾക്ക് ആയാസം നൽകിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ചലനക്ഷമത വർദ്ധിപ്പിക്കുവാനും വേദനയ്ക്ക് കുറവേകുവാനും സഹായിച്ചിരിക്കുന്നു. ഇന്നും വിശ്രമം തുടരുക. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാനാകും. ടോറസ് ഓവർവ്യൂ. സമപ്രായക്കാരുടെ അംഗീകാരം താങ്കൾക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്നു. ചുറ്റുമുള്ളവരുടെ പിന്തുണ നേടുന്നത് ഒരാളാണ്. താങ്കൾക്ക് ഇതൊരു പക്ഷേ അറിയില്ലായിരിക്കാം. എന്നാലും ഒരുപാട് പേർ താങ്കളെ ആരാധിക്കുകയും താങ്കളുടെ രീതി പിന്തുടരാൻ ആഗ്രഹിക്കുന്നതുമാണ്. ഈ പ്രതിച്ഛായയാണ് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഈ പ്രവൃത്തിയിലും ഉൾപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം താങ്കളുടേതാണ്. ടോറസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ സമ്മതിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൽ കുറച്ച് പുരോഗതി ഉണ്ടാകും. നിങ്ങൾ വല്ലാതെ അവരോട് തർക്കിക്കുകയോ പിടിവാശി കാണിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അവർ നിങ്ങൾക്കെതിരായേക്കാം. നിങ്ങൾ താഴ്മയോടെയും സത്യസന്ധതയോടെയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളെ പറയുന്നതനുസരിച്ച് നീങ്ങും. ടോറസ് കരിയർ. ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടി വരുന്നവർ അല്ലെങ്കിൽ ടൂറിസം മേഖലയിലോ യാത്രയുമായി ബന്ധപ്പെട്ട മേഖലയിലോ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് ഇന്ന് തിരക്കേറിയ ദിനമായിരിക്കും. യാത്രകൾ അനവധി ഉണ്ടാകും. എന്നാൽ ഈ യാത്രകളൊക്കെയും വിജയം കാണും. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ടുകളിൽ ആനന്ദിക്കുക. ഇവ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങൾ ഒരു ട്രാവൽ ഏജന്റ് ആണെങ്കിൽ ഇന്ന് മുഴുക്കെ നിങ്ങളുടെ ഉപഭോക്താക്കൾ അവരുടെ യാത്രാ പദ്ധതികളെ ചൊല്ലി നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. നിങ്ങളുടെ കൂട്ടുകാരും മേലുദ്യോഗസ്ഥരും നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഗുണം ചെയ്യും. ടോറസ് ഫൈനാൻസ്. കുറച്ച് അധ്വാനത്തിന് ശേഷം ധനലാഭം വരും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബജറ്റ് പുനരവലോകനം ചെയ്യുക. കുറച്ച് പണം മിച്ചമുണ്ടെന്ന് നിങ്ങൾ അറിയും. അതിൽ നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടാകും. ഈ പണം ബാങ്കിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ഭയപ്പെട്ടിരുന്നതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അത്ര മോശമല്ല. നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യശീലവും കൃത്യമായ ബജറ്റിംഗും തുടരുക. ടോറസ് ഹെൽത്ത്. ചർമ്മ സംബന്ധിയായ അസുഖങ്ങളിൽ നിന്നും ഇന്ന് നിങ്ങൾ പുറത്തു കടക്കും. എന്നിരുന്നാലും ഈ അസുഖങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കുവാനായി ചികിത്സകൾ തുടരണം. സൂര്യപ്രകാശം അമിതമായി പതിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം അത് ഇപ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന് നല്ലതല്ല. ചർമ്മത്തിനെ വിപരീതമായി ബാധിക്കുന്ന ഭക്ഷണങ്ങളും ഒഴിവാക്കുക. കാരണം അതിന്റെ പ്രതികൂല ഫലങ്ങൾ ഇപ്പോഴാണ് കൂടുതൽ കാണുന്നത്. ജെമിനി ഓവർവ്യൂ. ഇന്ന് അപ്രതീക്ഷിതമായ യാത്രകൾ പലതും തമ്മിൽ കൂട്ടിമുട്ടാൻ ഇടയുണ്ട്. മിക്കവാറും ജോലിയിലായിരിക്കും. ഈ ചെറിയ യാത്ര നിങ്ങൾക്ക് വിജയവും പ്രതിഫലവും കൊണ്ടുവരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജെമിനി റൊമാൻസ്. നിങ്ങളെക്കുറിച്ച് രഹസ്യാന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങൾ വ്യക്തിയെക്കുറിച്ച് കുറച്ച് ജാഗ്രതയോടെ ഇരിക്കുക.
കാരണം ഒരു ബന്ധം തകർന്നതിനാൽ ഒരു പകരം ബന്ധത്തിന് ശ്രമിക്കുകയായിരിക്കും അവർ. അവരെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക. എന്നാൽ പുതിയ ആരുമായും ഇന്ന് ഒരു ബന്ധവും തുടങ്ങരുത്. തുടക്കം മുതൽ അർത്ഥമില്ലാത്തതാകുന്ന ഒന്നിലും തലയിടരുത്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് ആലോചിക്കുക. Gemini, കരിയർ. നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങൾ നിങ്ങളെ അനാവശ്യമായ വാഗ്വാദങ്ങൾക്ക് നിർബന്ധിതമാക്കും. നിങ്ങളുടെ തമാശകൾ അടക്കി വയ്ക്കുക. എന്തെന്നാൽ ഇതുകൊണ്ട് ചില ചില്ലറ ദോഷങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ഭാഗം ശരിയായും മറ്റേയാളുടെ ഭാഗം തെറ്റുമാണ് എങ്കിൽ പോലും വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് നിർബന്ധിപ്പിക്കുക എന്നത് പ്രധാനമാണ്. സംഗതി വഷളാവുന്നതിന് മുമ്പ് പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. Gemini, Finance, വിദേശത്തുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വഴി ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ പ്രശസ്തിയോ ലഭിക്കുവാനിടവരും. ഇതൊരു പക്ഷേ ഈയിടെയായി നിങ്ങൾ ചെയ്ത കൂട്ടുകൂടലുകളുടെ ഗുണമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരി മൂലം വന്നതാകാം. അവരോട് നന്ദിയുള്ളവനുമായിരിക്കുക. ഈ പാരിതോഷികം നിങ്ങൾക്ക് ഗുണം ചെയ്യും. Gemini, Health, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ആവശ്യമുള്ള സമയത്ത് നിങ്ങളെ സഹായിക്കുവാനായി ഒട്ടനവധി സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടാകുമെന്ന് ഇന്ന് നിങ്ങൾ അറിയും. അവരോട് സഹായം അഭ്യർത്ഥിക്കുവാൻ ഭയക്കേണ്ടതില്ല. ഭൂതകാലത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ആവശ്യത്തിന് ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഇന്ന് അത് തിരിച്ചു ചോദിക്കേണ്ട ദിനമാണ്. മറ്റുള്ളവരെ സമീപിക്കുക. നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. Cancer, Overview, നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നീ അതിൽ പ്രമുഖ പങ്ക് വഹിക്കണം. നിന്റെ സത്യസന്ധമായ ചിന്തയും വിവേകവും ഉള്ളതുകൊണ്ട് നീ എടുക്കുന്ന തീരുമാനങ്ങൾ വീട്ടുകാർ വിശ്വസിക്കും. അപ്പോൾ നിനക്ക് തോന്നും വീട്ടുകാർക്ക് നിന്റെ സഹായം വേണം. നീ വേണ്ട രീതിയിൽ അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് നിന്നിലുള്ള മതിപ്പ് വർദ്ധിക്കും. Cancer, Romance, അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് തടസ്സങ്ങൾ നീങ്ങുന്നതായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായും കാണാം. വീട്ടുകാർ നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളുടെ പങ്കാളി അവർ നിങ്ങളെ എത്ര കണ്ട് സ്നേഹിക്കുന്നുവെന്ന് കാണിക്കും. ഈ സമയം ആസ്വദിക്കുക. ഈ അവസരത്തിൽ കെട്ടിപ്പടുക്കുന്ന നല്ല വിശ്വാസവും പരസ്പര ബന്ധവും ആസ്വദിക്കുക. Cancer, Career, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാറണമെന്ന് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കും. സ്ഥാപനത്തോടെ നിങ്ങൾക്ക് ഒരു അതൃപ്തിയുമില്ല. എന്നാൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന വകുപ്പിനോട് തീരെ താല്പര്യവുമില്ല. ഇപ്പോൾ ഈ ആശയവുമായി നിങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ സമീപിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും അതിനൊരു ചെവി നൽകും. എന്നാൽ വളരെ കൗശലപൂർവ്വമാണ് നിങ്ങൾ ഇത് അവതരിപ്പിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന വകുപ്പിനെ ഒരു കാരണവശാലും അപകീർത്തിപ്പെടുത്തരുത്. Cancer, Finance, സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ദിനമാണ്. നല്ല ധനലാഭം ഇന്ന് പ്രതീക്ഷിക്കാം. കഴിവുകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു പഠനത്തിൽ ചേരുന്നത് നിങ്ങളിൽ പലർക്കും ഉപകാരപ്രദമാകും. ദീർഘകാല വ്യവസ്ഥയിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യുവാനാകുമെന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഭാവിയിൽ വരുമാനം വർദ്ധിപ്പിക്കുവാനായി നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ കഴിവുകളിൽ നിക്ഷേപം നടത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് അതിനു തന്നെയാകട്ടെ. Cancer, Health, ആരോഗ്യം ശ്രദ്ധിക്കുക. ഇന്ന് മുഴുക്കെ നിങ്ങൾ ലഘുചിത്തരായിരിക്കും. നിങ്ങളുടെ തിരക്ക് പിടിച്ച ദിനത്തിന് നന്ദി. ഇന്ന് മുഴുക്കെ നിങ്ങൾ ഓട്ടമായിരിക്കും. ഇടയ്ക്കിടെ ഒരു ദീർഘശ്വാസം വലിക്കുവാൻ സമയം കണ്ടെത്തുക. ഭക്ഷണത്തിനും പാനീയങ്ങൾക്കും സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ ലഘുചിത്തത നിങ്ങളെ പിടികൂടും. ഇന്നത്തെ ദിനം നിങ്ങൾക്ക് ഉൽപാദകദായകമാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ അവഗണിക്കരുത്. Leo, Overview, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു റിലാക്സേഷൻ റെസ്റ്റ് ആവശ്യമായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ചെറുതായി ഒരു കാപ്പു കുടിക്കാനോ മാളിലേക്ക് പോകാനോ പറ്റിയ ദിവസമാണ്. Leo, Romance, നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ അടുപ്പം ഇന്ന് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഒരു പക്ഷേ മുമ്പൊക്കെ ഇത് ഒരു സാധാരണ ബന്ധമെന്നാണ് തോന്നിയിരുന്നത്. എന്നാൽ ഇന്നു മുതൽ അതിന് ഗൗരവ സ്വഭാവം വരുന്നു. ഏറ്റവും നല്ല പങ്കാളിയെക്കുറിച്ച് പകൽക്കിനാവ് കാണുന്നത് നിർത്തിവെക്കൂ. നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നതുപോലെയുള്ള പങ്കാളി തന്നെ. അവർക്ക് അവരർഹിക്കുന്ന ബഹുമാനവും മറുപടിയും കൊടുക്കൂ. Leo, കരിയർ. ഔദ്യോഗിക രംഗത്ത് കഠിനമായ അവസ്ഥകൾ ഇന്ന് നിങ്ങൾക്ക് വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നൽകും. ബുദ്ധിമുട്ട് പിടിച്ച സമയങ്ങളിൽ നിങ്ങളുടെ മനസാന്നിധ്യം നിങ്ങൾക്ക് സഹായകരമാകും. വാർത്താവിനിമയത്തിനുള്ള നിങ്ങളുടെ കഴിവിനോടൊപ്പം ഉയർന്ന മർദ്ദം സ്വീകരിക്കുവാനുള്ള കഴിവും കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. ഈ കഠിന സമയങ്ങൾ നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കട്ടെ. Leo, Finance, നിങ്ങൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു ദിനമായിരിക്കും.
ദേശത്തിനകത്തോ പുറത്തോ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ തിളക്കമാർന്ന ഒരു ജോലി സാധ്യതയ്ക്കുള്ള നിർദ്ദേശം വന്നു ചേരും. നിങ്ങളുടെ ഈ സാധ്യത നല്ലൊരു തുക ശമ്പളത്തിന്റെ വാഗ്ദാനത്തോടെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ വളരെ സന്തോഷവാനാകും. ലിയോ, ഹെൽത്ത്. വ്യായാമം ചെയ്യുവാൻ ചെറിയൊരു മടി ഇന്ന് നിങ്ങളെ പിടികൂടും. ഇതിൽ നിന്നും മാറേണ്ടതും വ്യായാമത്തിനായി സമയം കണ്ടെത്തേണ്ടതും ഒരാവശ്യമാണ്. ഈയിടെയായി നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും മറ്റും മതിയായ വ്യായാമമില്ലാത്തതിനാലുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും വേഗത്തിൽ പ്രതിവിധി കാണണം. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വ്യായാമ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനായി ഒരു ജിമ്മിൽ ചേരുക. വെർഗോ, ഓവർവ്യൂ. ഇന്ന് ചെറിയ കാര്യത്തിനായി വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അവരുടെ അഭിപ്രായത്തിന് വിപരീതമായ അഭിപ്രായം വരുന്നതും പ്രബലമാകുന്നതും ഇന്നായിരിക്കും. ഇത് മൂത്തവരുടെ നെറ്റി ചുളുങ്ങുന്നതിന് കാരണമാകും. എന്നാൽ എല്ലാ സ്ഥലത്തും സമാധാനത്തോടെ കാത്തിരുന്ന് ചെയ്യുക. അത് എല്ലാവരുമായുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. വെർഗോ, റൊമാൻസ്. നിങ്ങളുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകളെക്കുറിച്ച് ഇന്ന് വളരെ ശ്രദ്ധയുണ്ടാകണം. അത് ആവശ്യത്തിൽ കൂടുതൽ കഠിനമാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തികച്ചും സത്യസന്ധനായിരിക്കാം, എന്നാൽ നിങ്ങളുടെ പങ്കാളി ആ വാക്കുകളെ അതേ തരത്തിലല്ല എടുക്കുക. അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സൗമ്യതയോടെ ഇരിക്കുക. ദേഷ്യത്തെ നിയന്ത്രിക്കുക. ദീർഘകാല പ്രശ്നങ്ങളിൽ നിന്നും അത് നിങ്ങൾക്ക് രക്ഷ നൽകും. വെർഗോ, കരിയർ. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വിജയം നിങ്ങൾ ഇറക്കുന്ന പ്രയത്നത്തിന്റെ അതേ അനുപാതത്തിലാണെന്ന് നിങ്ങൾ അറിയും. നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ ദീർഘകാല ഔദ്യോഗിക വിജയത്തിന് കാരണമാക്കും. അതിനനുസരിച്ചുള്ള പദ്ധതികൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ പാകുന്ന അടിത്തറ നാളെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാകും. വെർഗോ, ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാണ്. അത് നിങ്ങളെ എല്ലാ തടസ്സങ്ങളും തരണം ചെയ്യുവാൻ കരുത്തനാക്കുന്നു. ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി പോകുന്നതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സധൈര്യം നേരിടുക. നിങ്ങളുടെ സാമ്പത്തിക മൂലധനം റിസ്ക് എടുക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നു. ഒരുപക്ഷെ സാമ്പത്തിക നില ഇത്രയും ഭദ്രമായിരുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാകുമായിരുന്നില്ല. വെർഗോ, ഹെൽത്ത്. തിരക്ക് പിടിച്ച ജീവിത രീതിയും അനാരോഗ്യകരമായ ഭക്ഷണ രീതിയും കൂടി ഇന്ന് നിങ്ങളെ ഒരു രോഗിയാക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണകാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങൾക്ക് നല്ലത് വരുത്തും. ധാന്യം, പച്ചക്കറി എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വ്യായാമത്തിനും ഉല്ലാസത്തിനും സമയം കണ്ടെത്തുക. ലിബ്ര, ഓവർവ്യൂ. നിങ്ങളുടെ കുടുംബാംഗമോ അടുത്ത കൂട്ടുകാരനോ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ കൊണ്ടുവരികയും അതിൽ അഭിനന്ദിക്കുകയും ചെയ്യും. ചിലരുമൊത്ത് ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുന്നതിനാൽ ആഘോഷിക്കാനുള്ള സമയമാണ്. അവർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുകയോ എന്തെങ്കിലും സമ്മാനം ലഭിക്കുകയോ ചെയ്താൽ അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ആനന്ദിക്കുക. ലിബ്ര, റൊമാൻസ്. പങ്കാളിയുമൊത്തുള്ള അനുരാഗ ജീവിതത്തിൽ വിശ്വാസവും പരസ്പര ധാരണയും വളർത്തുവാൻ ഇന്നത്തെ ദിനം ഉപയോഗിക്കുക. വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകെട്ടിന് ദോഷമായി ഭവിക്കും. ഇപ്പോൾ നിങ്ങൾ പോകുന്ന പാതയും അതാണ്. ഇന്ന് കുറച്ചു സമയം കണ്ടെത്തി പങ്കാളിയോട് മനസ്സിൽ തോന്നുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുവാനും ഈയിടെയായി കെട്ടിക്കൂടിയ കാർമേഘങ്ങൾ ഒന്ന് പെയ്തു തീർക്കുവാനുള്ള അവസരമൊരുക്കുക. ഹൃദയങ്ങൾ കൈമാറുന്ന ഈ സമയത്തിന് ശേഷം നിങ്ങളുടെ ബന്ധം വീണ്ടും ഉറച്ച പ്രതലത്തിൽ നിന്ന് തുടങ്ങുന്നതായി കാണാം. ലിബ്ര, കരിയർ. നിങ്ങൾ ഒരു ജോലിക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് അസൂയാർഹമായ പല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം വരുന്നതിലേക്ക് ചാടി വീഴാതെ സമയമെടുത്ത് എല്ലാ അവസരങ്ങളെയും വിശദമായി വിശകലനം ചെയ്യുക. എന്നിട്ട് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. ലിബ്ര, ഫൈനാൻസ്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള ഒരു വസ്തു കാണാതെ പോയി അല്ലെങ്കിൽ കേടുവന്നു എന്നറിയുമ്പോൾ നിരാശപ്പെടരുത്. ഇത് വളരെ വിലപിടിപ്പുള്ള ഒന്നാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനോവികാരവുമായി വളരെ ബന്ധപ്പെട്ടതായിരിക്കാം. എന്തായാലും അതിന്റെ നഷ്ടം നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു. ഭൗതിക വസ്തുക്കളെക്കാൾ ഉപരിയായി നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നറിയുവാനായി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ കുറച്ചു സമയം ചിലവഴിക്കുക. ലിബ്ര, ഹെൽത്ത്. മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യനില നല്ല സ്ഥിതിയിലാണ്. പക്ഷേ ഇന്നത്തെ യുദ്ധം ചെറിയ വേദനകളോടും മറ്റുമാണ്. ചെറിയ വ്യായാമങ്ങൾ ചെയ്ത് ഇതിൽ നിന്നും മുക്തി നേടുക. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാൽ വിഷമിക്കേണ്ടതില്ല. ചെറിയ അസുഖങ്ങളുടെ ഈ അവസ്ഥകൾ താൽക്കാലികമാണ്. വയറിന് അസ്വസ്ഥതയില്ലാതിരിക്കുവാനായി ആരോഗ്യകരമായ ആഹാരം കഴിക്കുക. സ്കോർപിയോ, ഓവർവ്യൂ. അടുത്ത ബന്ധുക്കളുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ മോശമാകുകയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതിൽ ഒരംശമെങ്കിലും ഈ ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം. മനസ്സിൽ നിന്നും വരുന്ന വാക്കുകൾ ശ്രദ്ധയോടെ പ്രയോഗിക്കുകയും സഹായ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. നാവിനെ നിയന്ത്രിച്ച് സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. സ്കോർപിയോ, റൊമാൻസ്.
നിങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് വളരെ ദൂരെ താമസിക്കുന്ന വളരെ രസകരമായ ഒരു പുതിയ വ്യക്തിയെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടും. അതിനർത്ഥം ഇന്ന് നിങ്ങൾ ഇന്റർനെറ്റിൽ സാധ്യതയുള്ള പങ്കാളികളെ തിരയുകയായിരുന്നുവെന്നത് തന്നെ. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ഒരു സുഹൃത്തു വഴിയായിരിക്കും. അവർ പട്ടണത്തിൽ ഒരു സന്ദർശനത്തിന് വന്നതായിരിക്കും. രണ്ടായാലും ഇത് സന്തോഷം നൽകുന്ന ഒരു കൂടിക്കാഴ്ചയായിരിക്കും. അത് നീണ്ടു നിൽക്കുന്നിടത്തോളം ആസ്വദിക്കുക. സ്കോർപിയോ കരിയർ. നിങ്ങളുടെ തൊഴിൽ മേഖലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പരിഭ്രമവും ആകാംക്ഷയും ഉണ്ടാവുന്നതായി ഇന്ന് തോന്നും. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഉന്നതോദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും ശണ്ട കൂടാതിരിക്കുകയും എളിയ നിലയിൽ പ്രവർത്തിക്കുകയും വേണം. ഏവർക്കും ചീത്ത ദിനങ്ങൾ ഉണ്ടാവും. എന്നാൽ നിങ്ങൾ അവയെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും അവയുടെ സ്പഷ്ടീകരണം. ഒരു വാഗ്വാദത്തിൽ വിജയിക്കുക എന്നത് നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്ഥിതി വിലയുള്ളതാക്കണം എന്നില്ല എന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ദിവസം ശാന്തമായിരിക്കാനായി ശ്രമിക്കുക. സ്കോർപിയോ ഫൈനാൻസ്. വിദേശത്ത് നിന്നും പണം ലഭിക്കുന്ന വ്യാപാരമാണ് നിങ്ങളുടേതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. ഈ പുതിയ ഉപഭോക്താക്കൾ നിങ്ങളെ തേടിയെത്തും. അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഓർഡർ നൽകും. അതുകൊണ്ട് തന്നെ ഈ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തുക. എന്നിരുന്നാലും ഇത് നടന്നു കാണണമെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം പ്രയത്നിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും മൊത്തത്തിൽ ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക നില ഗുണമുള്ളത് തന്നെ. സ്കോർപിയോ ഹെൽത്ത്. രക്തത്തിൽ പഞ്ചസാരയുടെ അസുഖം ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നമായി തീരും. ഇത് സംബന്ധമായി എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇന്നത്തെ ദിനത്തിൽ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ വ്യതിയാനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേയില്ല. എന്നിരുന്നാലും ഇന്നത്തെ ദിനം ഇത് ഒരു പ്രശ്നമായി കാണുന്നതിനാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നതിനേക്കാൾ ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നതാണ് നല്ലത്. സജിറ്റേറിയസ് ഓവർവ്യൂ. താളാത്മകതയും സംഗീതാത്മകതയും ഇന്ന് വീട്ടിൽ മുഴങ്ങി നിൽക്കും. ഇത് കുടുംബത്തോടുകൂടെ ഒരുമിച്ച് ജീവിച്ച് പ്രശ്നങ്ങളെ തന്മയത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക സമയമാണ്. നിങ്ങൾക്കിടയിലെ ബന്ധം ദൃഢമാക്കുന്നതിനും സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ആഴത്തിൽ സ്നേഹത്തോടെ ആയിരിക്കുന്നതിനും വിശ്വസ്തതയും സംസാരവും വർദ്ധിപ്പിക്കുന്നു. സജിറ്റേറിയസ് റൊമാൻസ്. നല്ല മൂഡും പരസ്പരം ശ്രദ്ധിക്കുന്ന സ്വഭാവവും ഇന്ന് നിങ്ങളുടെ അനുരാഗ ജീവിതത്തെ കാർമേഘത്തിലേറ്റാതെ നോക്കും. നിങ്ങളുടെ പങ്കാളിയുടെ സാമീപ്യം സ്നേഹം ആസ്വദിക്കാൻ കാരണമാക്കും. അതുവഴി യഥാർത്ഥ സ്നേഹമെന്തെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. ഇത് അത്ഭുതകരമായ ആനന്ദം നൽകുന്നത് കൂടാതെ ജീവിതകാലം മുഴുക്കെ ആസ്വദിക്കാനുള്ള ഒരു നിധി കൂടിയാകും. അതിലുമപ്പുറം ജീവിതത്തെക്കുറിച്ച് ശുഭമായി ചിന്തിക്കുവാൻ ഇതൊരു കാരണമാകുകയും ചെയ്യും. സജിറ്റേറിയസ് കരിയർ. നിങ്ങളെ താഴ്ത്താൻ ആരെങ്കിലും ഒരാൾ ശ്രമിച്ചേക്കും. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഉപയോഗിക്കുക. ജോലിസ്ഥലത്തെ വിടുവാക്ക് പറയുന്നതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും വിട്ടുനിൽക്കുക. നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള അനുസരണക്കേടുകളൊന്നും ഇതിന്റെ ഭാഗമാവില്ല. അവസാനം ഏതെങ്കിലും ഒരാളുടെ വികാരങ്ങളെ നിങ്ങൾ ഹനിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തുകയും നിങ്ങൾ സ്വയം ഒരു വിദഗ്ധനാവുകയും ചെയ്യും. നിങ്ങൾ മുഖസ്തുതിക്ക് വശംവദനാവുന്ന തരത്തിലുള്ള ചിലയിനം അധോമുഖ പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. ഇന്ന് നിങ്ങൾ ഒരു അഭിമുഖീകരിക്കുന്ന ഏത് പ്രയാസമേറിയ സാഹചര്യത്തിലും നിങ്ങൾ മുന്നിലെത്തും. നിഷ്പക്ഷത പാലിക്കുക. സജിറ്റേറിയസ് ഫൈനാൻസ്. ധാരാളിത്ത സ്വഭാവം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. കാരണം വരവ് കുറവാണെന്നത് തന്നെ. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചെറിയ വസ്തുക്കളിൽ പണം ചിലവാക്കുന്നതിൽ നിങ്ങൾ ഒരാനന്ദം കണ്ടെത്തും. എന്നാൽ നിങ്ങളുടെ ഈ ചിലവാക്കുന്ന സ്വഭാവം വരവിനനുസരിച്ചല്ലെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് തന്നെ അവ പരിമിതപ്പെടുത്തണം. പണസഞ്ചി ഇന്ന് മുറുക്കി അടയ്ക്കുക. അങ്ങനെയെങ്കിൽ സാമ്പത്തിക സുരക്ഷയ്ക്ക് പകരമായി ചില വസ്തുക്കളില്ലാതെ ജീവിക്കുന്നതാണ് എളുപ്പമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സജിറ്റേറിയസ് ഹെൽത്ത്. ഇന്ന് നിങ്ങൾ രക്തസമ്മർദ്ദത്താൽ ബുദ്ധിമുട്ടുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനായി നിത്യ ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെ ശാരീരിക സ്വാസ്ഥ്യവും നിലനിർത്തുക. രക്തസമ്മർദ്ദത്തിന്റെ തോത് നിയന്ത്രണത്തിന് വിധേയമാകുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുന്നതിനായി നിങ്ങൾ ഒരു യോഗ്യതയുള്ള ബിഷപ്പ്വരനെ കാണുക. കാപ്രിക്കോൺ ഓവർവ്യൂ. താങ്കൾ ഇപ്പോൾ ഒരു പ്രധാന സ്ഥാനം വഹിക്കുകയും ഒരുപാട് അധികാരം കൈയാളാകുകയും ചെയ്യുന്നു. ഇത് ഒരു പ്രത്യേക സുഖം തരുമെങ്കിലും കൂടുതൽ അധികാരവും ഉത്തരവാദിത്വവും കൂട്ടുമെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കുക. കാപ്രിക്കോൺ റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ ബന്ധത്തിൽ അനുരാഗത്തിന്റെയും വൈകാരികതയുടെയും ഒരു തീപ്പൊരിയുണ്ട് എന്ന് നിങ്ങൾ അറിയും. അതൊരുപക്ഷെ വളരെ കാലമായി നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുവെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളൊത്തോ അല്ലെങ്കിൽ
അച്ഛനമ്മമാരൊത്തോ ആണെങ്കിൽ പോലും പരസ്പരം ഇന്ന് ഒരടുപ്പക്കൂടുതൽ കാണാം. ഇത് നിങ്ങളുടെ ബന്ധത്തിന്റെ കരുത്തുകൂട്ടും. അതുകൊണ്ട് തന്നെ അതിനെ തുറന്നു കാണിക്കുവാനും മടിക്കണ്ട. Capricorn, career, വ്യാപാര രംഗത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തിക്ക് ഒന്നുകൊണ്ട് മാത്രം ഇന്ന് തരണം ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് വളരെ ആവേശകരവുമായ പുതിയ പദ്ധതികളിൽ ജോലി ചെയ്യുവാനാകും. ആദ്യം ഇത് നിങ്ങൾക്കറിയാത്തതെന്തോ ആണെന്ന് തോന്നും. എന്നാൽ അധികം താമസിയാതെ നിങ്ങൾ ഇതിനു മുകളിൽ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കും. തുടക്കത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി, കൗശലപൂർവമായ ചിന്താഗതി എന്നിവ കൊണ്ട് തരണം ചെയ്യും. നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുവാനായി ഇത് ഉപയോഗിക്കുക. Capricorn, finance, ഇന്ന് സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് കാണുന്നതിനാൽ കരുതലോടെ ഇരിക്കുക. ചിലവുകളെക്കുറിച്ച് എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ജീവിതത്തിലെ മറ്റ് രംഗങ്ങളിലും കുറച്ച് യാഥാസ്ഥികത്വം പാലിക്കുക. കാരണം ഇന്ന് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. ഇന്നത്തെ ദിനം കണ്ണും പൂട്ടി ഇരിക്കുവാനുള്ളതാണ്, നാളേക്ക് വേണ്ടി കാത്തിരിക്കുവാനും. Capricorn, health, അമിതമായി ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ഊർജം ഊറ്റിക്കുടിക്കും. അതിനു പകരം നിങ്ങൾ ആ ഊർജം സൂക്ഷിച്ചു വെക്കണം. ആവശ്യമുള്ളപ്പോൾ ശുഭകാര്യങ്ങൾക്കായി ഉപയോഗിക്കണം. അല്ലെങ്കിൽ ദീർഘകാലം ഇങ്ങനെ ഇരുന്നാൽ അതൊരുപക്ഷെ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. കഴിവതും ഇന്നിൽ ജീവിക്കുക. നല്ലതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എങ്കിൽ നല്ല ഗുണങ്ങൾ ലഭിക്കും. Aquarius, overview, ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തെ ഓർത്ത് ചെറിയ തോതിൽ ഭയാശങ്കയുണ്ടായിരിക്കാം. എന്നാൽ അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഇന്ന് ചിലപ്പോൾ ചെറിയ തോതിലുള്ള ആശങ്കയുണ്ടായേക്കാം. എന്നാൽ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറിപ്പോകുന്നതാണ്. നിങ്ങൾ കുറച്ചു സമയത്തേക്ക് സുരക്ഷിതനല്ലായിരിക്കും. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതവും സ്ഥിരതയും കൈവരിക്കും. ഈ ഭയം ചെറിയൊരു പ്രയാസമാണ്. അല്ലാത്ത പക്ഷം എല്ലാം സുഗമമാണ്. Aquarius, romance, ഈ സമയത്ത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ബന്ധം ഉത്തുംഗത്തിലാണ്. വളരെ കാലം കൂടിയാണ് ഇത്രയും ഉത്തുംഗമായ ഒരു സ്ഥിതിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയോടെ ഒരു വിവാഹാഭ്യർത്ഥന നടത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്നാണ് അതിനു പറ്റിയ ദിനം. മടിക്കണ്ട, ചോദിച്ചോളൂ. ഇന്ന് നിങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കപ്പെടുവാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ചാൻസ് എടുക്കുക. അങ്ങനെ ചെയ്തതിൽ നിങ്ങൾ സന്തോഷിക്കും. Aquarius, career, വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കിന് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ അവസരം ലഭിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയ്ക്കനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുമൊത്ത് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കും. എന്നാൽ അതേസമയം ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനായി നിങ്ങൾക്ക് നിങ്ങളുടേതായ ആക്രമണ നീതികളും വ്യവസ്ഥകളും ഉണ്ടായിരിക്കുകയും വേണം. Aquarius, finance, മൂർച്ചയേറിയ ചിന്ത ഇന്ന് നിങ്ങളെ ചില പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കും. അതുമൂലം ചില സാമ്പത്തിക നേട്ടങ്ങൾക്കും ഷെയർ മാർക്കറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദഗ്ധർക്ക് ഇതൊരു നല്ല ദിവസമായിരിക്കും. നിങ്ങളുടെ വ്യാപാരം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പുതിയ പദ്ധതികളും ആശയങ്ങളും ആവശ്യമാണ്. നല്ല പദ്ധതികളും മുൻകാഴ്ചകളും കൊണ്ട് മാത്രമേ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് തീരുമാനമാകുകയുള്ളൂ. യോഗ്യതയുള്ള ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ഉപദേശം തേടുന്നതും നന്നായിരിക്കും. Aquarius, health, ചീത്ത സ്വപ്നങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുന്ന സമയമാണിത്. ഉറങ്ങുന്നതിനു മുമ്പേ മുഴുവനായും സ്വസ്ഥചിന്തനാകുവാൻ ശ്രദ്ധിക്കുക. പകൽ സമയത്തെ ജോലിഭാരം, മാനസിക പിരിമുറുക്കം എന്നിവയെ മറക്കുക. നന്നായി ഉറങ്ങുക. ഒരു ദുസ്വപ്നം കാണുകയാണെങ്കിൽ കൂടി അവയെ മറന്ന് ഉടൻ വീണ്ടും ഉറങ്ങുക. Pisces, overview, ഇന്ന് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മൊത്തത്തിൽ ചെറിയൊരളവ് പതറിയതായി തോന്നാം. നിങ്ങളുടെ ഈ നീണ്ട യാത്രയ്ക്കിടയിൽ ചെറിയ നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ വരിഞ്ഞു താഴെയിടുന്നു. ഇത് നിങ്ങൾക്ക് സംയമനം പാലിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് എല്ലാവരോടും ദയവ് കാണിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ പുരോഗതി കാണാൻ സാധിക്കും. Pisces, romance, അനുരാഗ ബന്ധത്തിലുള്ളവർക്ക് ഇന്ന് ആശ്ചര്യങ്ങളുടെ ദിനമാണ്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ആശ്ചര്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുവാൻ ശ്രമിക്കും. സ്നേഹവും താല്പര്യവും പുറത്തു കാണിക്കുന്നത് ഇന്ന് ഏറ്റവും മികച്ച രീതിയിലാകട്ടെ. അപ്പോൾ അത് അതുപോലെ ഹൃദയത്തിന് സൗഖ്യവും തരുന്നു. വഴിയിലൂടെ തിരിച്ചു വരുന്നതും കാണാം. ഇന്ന് നിങ്ങളിരുവരും ഒരു നല്ല സായാഹ്നം ഒരുമിച്ച് ചെലവഴിക്കും. Pisces, career, നിങ്ങൾ ഷെയർ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അല്ല നിങ്ങൾ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിവസമായിരിക്കും. നിങ്ങൾ ചെയ്തിരിക്കുന്ന നിക്ഷേപങ്ങൾ ബുദ്ധിപൂർവമാണ്, എടുത്തിരിക്കുന്ന റിസ്കുകളും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഉപഭോക്താക്കളും ശ്രദ്ധിക്കുന്നു. നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ സംശയിക്കുകയേ വേണ്ട. എന്നിരുന്നാലും
ഇപ്പോഴത്തെ സ്ഥിതിയെ ഒന്നുകൂടി വിശകലനം ചെയ്യുക. Pisces, finance. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വ്യാപാരമുണ്ടെങ്കിൽ ഇന്ന് വളരെ തിളക്കമാർന്ന ഒരു ദിനമായിരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന അവസരങ്ങൾക്കായി കണ്ണു തുറന്നു വെക്കുക. അവിചാരിതമായ ലാഭങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങളിൽ നിന്നും ഏറ്റവും നല്ല ഗുണം ലഭിക്കുന്നതിനായി പരിശ്രമിക്കുക. Pisces, health. ആരോഗ്യം എന്നതിന്റെ വിശദീകരണം വിപുലീകരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകത കാണിക്കും. മാനസിക വൈകാരിക നിലവാരങ്ങൾ ഉയർത്തുന്നതിനായി നിങ്ങൾ യോഗയും ധ്യാനവും പരീക്ഷിക്കുവാനായി ചിന്തിക്കും. ആഹാരകാര്യത്തിലെ അഭിവൃദ്ധിക്കായി പുതുതായി പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുവാൻ തീരുമാനിക്കും. സുഹൃത്തുക്കളുമൊത്ത് നല്ല സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ മൂഡ് മെച്ചപ്പെടുത്തും. ഇന്ന് പല നിലകളിലും സ്വാസ്ഥ്യമുണ്ടെന്ന തോന്നൽ നിങ്ങളിലുണ്ടാകും.